ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുവട്ടത്തിലെ 17ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 36 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. കളകളുടെ ഉപമ വിശദീകരണം എന്നാണ് അതിന് തലക്കെട്ട്. അതായത് ഈശോ ഒരു കളകളുടെ ഉപമ ഈ വിധക്കാരൻ്റെ ഉപമയോട് ചേർത്ത് അത് പറഞ്ഞു കഴിയുമ്പോൾ അതിനടുത്ത ഭാഗത്തായിട്ട് കളകളുടെ ഉപമ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം മാത്രമേ ഉള്ളത്, മറ്റു സുവിശേഷന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ വിധക്കാരന്റെ ഉപമ അതിന്റെ വിശദീകരണം എന്ന് പറയപ്പെടുന്ന സമവീക്ഷണ സുവിശേഷങ്ങളായ മർക്കോസും ലൂക്കായും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ കളകളുടെ ഉപമ മത്തായിൽ മാത്രമേ കാണുന്നുള്ളൂ. അത് അതിന്റെ വിശദീകരണവും നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ഒരു പ്രത്യേകതയുള്ളത്, ഇതൊരു വലിയ സംശയത്തിനുള്ളൊരു ഉത്തരമാണിത്. ഈ ഉപമ യഥാർത്ഥത്തിൽ കളകളുടെ ഉപമ എന്ന് പറയുന്നത്, അതായത് ഈ ഉപമ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ നല്ല വിത്ത് വിതയ്ക്കപ്പെട്ട വയലിൽ കളകൾ കൂടി കാണപ്പെടുന്നുണ്ട്. കളകൾ പറിച്ചു കളയട്ടെ എന്ന് യജമാനോട് ഭൃത്യന്മാർ ഇങ്ങനെ സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഒരുമിച്ച് വളർന്നോട്ടെ. എന്നിട്ട് കൊയ്ത്തിന്റെ സമയത്ത് കൊയ്ത്തുകാർ വന്ന് കൃത്യമായിട്ടും നല്ലത് അതായത് വിളകൾ അറപ്പുരയിൽ ശേഖരിക്കുകയും കളകളൊക്കെ കെട്ടുകെട്ടായി വെച്ച് അഗ്നിക്കിരയാക്കുകയും ചെയ്യും എന്ന് പറയുന്നൊരു ഭാഗത്തോടെയാണ് അവസാനിക്കുന്നത്. അവൻ പറഞ്ഞു, ഇല്ല, കളകൾ പറിച്ചെടുക്കുമ്പോൾ അവയോടൊപ്പം ഗോതമ്പ് ചെടികളും നിങ്ങൾ പിഴുതെടുത്തുനിന്ന് വരും. കൊയ്ത്ത് വരെ അവ ഒരുമിച്ച് വളരുവാൻ അനുവദിക്കുക. കൊയ്ത്തുകാലത്ത് ഞാൻ കൊയ്ത്തുകാരോട് പറയും, ആദ്യമേ കളകൾ ശേഖരിച്ച് തീയിൽ ചുട്ടുകളയുവൻ, അവ കെട്ടുകളാക്കി വെക്കുവൻ. ഗോതമ്പ് എൻ്റെ ധാന്യപ്പുരയിൽ ശേഖരിക്കും. ഇങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. ഇതിന്റെ വിശദീകരണമാണ്. വിശദീകരണം പറയുമ്പോൾ യേശുനാഥൻ വളരെ വ്യക്തമായിട്ടും പറയുകയാണ്, നല്ല വിത്ത് വിതയ്ക്കുന്നത് മനുഷ്യപുത്രനാണ്, വയൽ ലോകവും, നല്ല വിത്ത് ദൈവരായത്തിന്റെ പുത്രന്മാരും കളകൾ ദുഷ്ടന്റെ പുത്രന്മാരുമാണ്. അവ വിതച്ചത്, അതായത് കളകൾ വിതച്ചത് ശത്രുവായ പിശാചാണ്. കൊയ്ത്ത് യുഗാന്ത്യമാണ്. കൊയ്ത്തുകാർ ദൈവദൂതന്മാരും കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നത് എങ്ങനെയോ അതുപോലെ തന്നെയായിരിക്കും യുഗാന്ത്യത്തിലും എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ വിശദീകരണം യേശു നൽകിയ എന്തിനുള്ള മറുപടിയാണ്. ഞാൻ ഇന്ന് ഈ സുവിശേഷവാക്യം വായിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സഹോദരനായിട്ട് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ, വിശ്വാസികളുടെ വിശ്വാസം കുറയുന്നതിനുള്ള കാരണങ്ങൾ ഇങ്ങനെ അദ്ദേഹം പല പല കാരണങ്ങൾ പറയുമായിരുന്നു. പല പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം പറഞ്ഞത് ഇതാണ്: നന്മ ചെയ്യുന്ന മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നോ അതിനേക്കാൾ സമൃദ്ധിയിൽ തിന്മ ചെയ്യുന്ന മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവരാരും വീഴുന്നില്ല, അവർക്കാർക്കും ശിക്ഷയില്ല. ഈ ദുഷ്ടനെ ദൈവം പനപോലെ വളർത്തി എന്നൊക്കെ പറയുന്ന ഒരു വാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ബൈബിളിൽ പറയുന്നില്ല എന്നൊക്കെ പറയുന്നതാണ് സാധാരണ ആൾക്കാർ പറയുന്നത്. പക്ഷെ ബൈബിളിലൊക്കെ ഒരു വാക്യം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പറഞ്ഞ വാക്യം, ദുഷ്ടനെ ദൈവം പനപോലെ വളർത്തി എന്നത് തിരുവചനമല്ല, അത് സാത്താന്റെ വചനമാണ്. അത് ബൈബിളിലുള്ള വാക്യമല്ല. അങ്ങനെ നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ പരിചയം കിട്ടില്ല. ദുഷ്ടൻ തളരുക തന്നെ ചെയ്യും. എന്നാൽ ഇതൊക്കെ ഇങ്ങനെ ബൈബിൾ വചനം പോലെ പറഞ്ഞ് ബൈബിളിൽ ഇല്ലാത്തൊരു വാക്യം ബൈബിൾ വചനം പോലെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് താനും. എന്നാൽ നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുമ്പോൾ ഈ കാര്യം വ്യക്തമായി നമ്മൾ കാണുകയാണ്. ഒരുപാട് അഴിമതി ചെയ്യുന്ന ആൾക്കാർ, അനീതി ചെയ്യുന്ന ആൾക്കാർ, അത് വൈദികരാകട്ടെ, ഇതിപ്പം സാധാരണ മനുഷ്യർ മാത്രമല്ല, വൈദികരാകട്ടെ, സന്യസ്തരാകട്ടെ, ആരാണെങ്കിലും ഈ പാവപ്പെട്ടവന്റെ ഇതൊക്കെ അപഹരിച്ചും അനീതി കാണിച്ചും ഇങ്ങനെ അഴിമതി കാണിച്ചും ഒക്കെ ജീവിക്കുന്ന ആൾക്കാർ വലിയ സമൃദ്ധി ജീവിക്കുക. ഇപ്പോ അല്ലാത്തവനൊക്കെ ദാരിദ്ര്യത്തില. അവനൊരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു മാസം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൻ കിടന്ന് കഷ്ടപ്പെടുന്നു. നീതിയിലും സത്യസന്ധതയിലും ജീവിക്കുന്നവൻ കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അനീതിയിൽ ജീവിക്കുന്നവൻ സമൃദ്ധിയിൽ ജീവിക്കുക. അവനെല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. കൂടിയ വാഹനങ്ങൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ, രഹസ്യമായ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ വീടുകൾ, സ്വത്തുവകകൾ, ബ്രാൻഡഡ് ഇലക്ട്രോണിക് ഐറ്റംസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കാണാം, ഈ അഴിമതി കാണിക്കുകയും അനീതി കാണിക്കുകയും ഒക്കെ ചെയ്യുന്നവര് ദേ ആർ സെലിബ്രേറ്റിംഗ് ദെയർ ലൈഫ്. അവരിങ്ങനെ അവരുടെ ജീവിതം ആഘോഷിക്കുക. പക്ഷേ നീതിയില് സത്യസന്ധതയില് ഒക്കെ ജീവിക്കുന്ന മനുഷ്യര്, അനീതിയൊന്നും ചെയ്യാതെ ജീവിക്കുന്ന മനുഷ്യര് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഷ്ടപ്പെടുകയാണ്.
നമ്മൾ ഒരിക്കൽ ഇതിനെ കുറിച്ച് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അതായത് അഷ്ടസ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കാര്യം പറയുന്നുണ്ടായിരുന്നു. അതായത് ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ്. ഐ ആം ഓപ്റ്റിങ്, ഞാൻ ഓപ്റ്റ് ചെയ്യുകയാണ്. ഐ ആം ചൂസിങ് പോവർട്ടി ഫോർ ഗോഡ്. ഞാൻ ദൈവത്തിന് വേണ്ടി ദാരിദ്ര്യം തിരഞ്ഞെടുക്കുന്നു. അതായത് ഞാൻ സത്യസന്ധനായി നിലനിൽക്കുമ്പോൾ എനിക്ക് ദാരിദ്ര്യമുണ്ട്. ഞാൻ അനീതി കാണിക്കാതിരിക്കുമ്പോൾ എനിക്ക് പട്ടിണിയുണ്ട്. ഞാൻ അഴിമതി കാണിക്കാതിരിക്കുമ്പോൾ എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ലാതാകുന്നുണ്ട്. ഓക്കെ, ഞാൻ അത് ചൂസ് ചെയ്യുക. എനിക്കത് മതി. ഞാൻ നീതിപൂർവ്വം ജീവിക്കാൻ ശ്രമിക്കുന്നു, അഴിമതി ഇല്ലാതെ ജീവിക്കാൻ ശ്രമിക്കുന്നു. അതുവഴി ഞാൻ എനിക്ക് കിട്ടുന്ന വെച്ച് ജീവിച്ച് മുന്നോട്ട് പോകാനേ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ദാരിദ്ര്യത്തിൽ പെട്ടുപോകുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, എനിക്കെൻ്റെ കർത്താവ് മതി. കർത്താവിനെ കൂട്ടുപിടിക്കുമ്പം ഉള്ള ദാരിദ്ര്യം ഞാൻ ചൂസ് ചെയ്യുകയാണ്. ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, ഈ തിന്മയിൽ ജീവിക്കുന്നതിൻ്റെ പേരിൽ ഒരുപാട് സമ്പൽ സമൃദ്ധിയും ആഡംബരവും ഇങ്ങനെ ആഘോഷിച്ച് ജീവിക്കുന്ന മനുഷ്യരൊക്കെ നമുക്ക് കാണാൻ, നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരെ കാണുമ്പോൾ നമ്മളിങ്ങനെ കർത്താവിനെ പഴി ചാരാൻ പാടില്ല. ദൈവമേ, ഇതെന്താണ്? നീ പറയുന്ന മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഞാൻ തെണ്ടിത്തിരിഞ്ഞു നടക്കുന്നു. നീ പറഞ്ഞ മൂല്യങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി ജീവിക്കുന്നവരൊക്കെ ജീവിതം ആഘോഷിക്കുന്നു. അതിനുള്ള മറുപടിയാണ് ഇവിടെ. യേശു പറയുകയാണ്, കളയും വിളയും ഒരുപോലെ വളരട്ടെ. നീ നോക്കുമ്പോൾ വിളയേക്കാൾ ആഘോഷിച്ച് കള വളരുന്നുണ്ട്. പക്ഷേ യുഗാന്ത്യം എന്നൊരു കാര്യമുണ്ട്. ഇതാണ് നമ്മുടെ മുൻപിൽ കാണേണ്ടത്. യുഗാന്ത്യത്തിൽ കൊയ്ത്തുകാർ വരും, ദേവദൂതന്മാർ വരും. അവരിതിന് ഒരു വിധി പ്രസ്താവിക്കും. അപ്പൊ നമുക്ക് അവിടെയും ഒരു ചോദ്യം ബാക്കിയിരിക്കുകയാണ്. ആ യുഗാന്ത്യം വരെ അപ്പൊ അവർക്കൊക്കെ ആഘോഷിക്കാം, ഞങ്ങൾ കഷ്ടപ്പാട്. ഇവിടെ തീരുകയല്ല. നിത്യജീവനെ കുറിച്ച് നിനക്കൊരു ബോധ്യമുണ്ട്, വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് യുഗാന്ത്യം എന്ന് പറയുന്നതിൻ്റെ ആ പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. യുഗാന്ത്യം കഴിയുമ്പോൾ ഇതിനൊരു തീർപ്പ് വരികയാണ്. നിത്യജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ നീ ദൈവത്തോടൊപ്പമായിരുന്നു ദൈവത്തിന്റെ ദൈവം വിശ്വനാഥൻ പറഞ്ഞു തന്ന മൂല്യങ്ങൾ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ നിത്യജീവനിലും ദൈവത്തോടൊപ്പം തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ കിട്ടാഞ്ഞതൊക്കെ അവിടെ കിട്ടുമെന്ന് പറയുന്നൊന്നുമില്ല. ദൈവത്തോടൊപ്പം ആയിരിക്കും. അതാണ് നിന്റെ ആത്മാവിന് വേണ്ട തൃപ്തി. ആ തൃപ്തി നിന്റെ ആത്മാവിന് കിട്ടും. പക്ഷെ മറിച്ച് ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റു പലതിൻ്റെയും പുറകെ പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ദുഷ്ടൻ വിതച്ച കളയുടെ പുറകെ പോയവൻ ആ ദുഷ്ടന്റെ പുറകെ തന്നെ പോകേണ്ടി വരും. ഇങ്ങനെയാണ് അവസാനിക്കുക. അപ്പോൾ നമ്മളുടെ കൺമുമ്പിൽ ഉണ്ടായിരിക്കുന്ന ഒരു സത്യാവസ്ഥ, ലോകത്തിൽ നടമാടുന്ന ഒരു സത്യാവസ്ഥ, ഈ സത്യാവസ്ഥയെ കുറിച്ചുള്ളൊരു തിരിച്ചറിവും ബോധ്യവുമാണ് ഈ സുവിശേഷം നമുക്ക് നൽകുന്നത്. യുഗാന്ത്യം എന്ന് പറയുന്നൊരു കാര്യമില്ല. അപ്പൊ വിതച്ച ശത്രു പിശാചാണ്, കൊയ്ത്ത് യുഗാന്തമാണ്, കൊയ്ത്തുകാർ ദൈവദൂതന്മാരാണ്. കളകൾ ശേഖരിച്ച് അഗ്നിക്കിരയാക്കുന്നത് അങ്ങനെ ആയിരിക്കും യുഗാന്ത്യത്തിലും. മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കുകയും അവന്റെ രാജ്യത്തിൽ പാപഹേതുക്കളെ അനീതി പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി. വ്യക്തമായിട്ടും പറയാം, അനീതി പ്രവർത്തിക്കുന്നവരെ. ഈ അനീതി പ്രവർത്തിച്ചിട്ടൊക്കെ അതിങ്ങനെ സർവ്വസാധാരണമല്ലേ? എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ? എല്ലാ രൂപതയിലും ഇല്ലേ? എല്ലാവരും ഇത് ചെയ്യുന്നില്ലേ? അല്ലെങ്കിൽ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ? ഈ ഒരൊറ്റ കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങൾ അനീതിയെ സിംപ്ലിഫൈ ചെയ്യുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. അനീതി തന്നെയാണ്. ആ ബോധ്യമില്ലാതെ നമ്മൾ അനീതിയെ സിംപ്ലിഫൈ ചെയ്ത് സംസാരിക്കാറുണ്ട്. അയാള് നാടോടും നടുങ്ങ് ഓടാത്തത് അയാളുടെ കുഴപ്പം. അയാളെന്തിനാ ഇതിനെ എതിർക്കാൻ നിൽക്കുന്നത്? അവനും ഓടിക്കൂടെ ഇതിന്റെ കൂടെ? ഇതിന്റെ കൂടെ ഓടിയാൽ പോരെ? അവനെന്തിനാ ഇതിനെ എതിർക്കാൻ നിൽക്കുന്നത്? അല്ലെങ്കിൽ അവന് താല്പര്യമില്ലെങ്കിൽ അവൻ മിണ്ടാതെ നിൽക്കട്ടെ, ചെയ്യേണ്ടവൻ ചെയ്യട്ടെ എന്നൊക്കെയാണ് നമ്മുടെ നിലപാടുകൾ. അപ്പൊ അതിനെതിരെയാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ നിന്നും സന്ദേശം അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ കരച്ചിലും പല്ലിടിയായിരിക്കും. ഇത് ഷിയോൺ എന്നൊക്കെ പറയുന്ന ഈ ഗഹന്ന, നരകം എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നമുക്ക് ഈ സുവിശേഷത്തിൽ പറയുന്ന അതൊരു നമ്മളിനി ഈ സുവിശേഷം വായിച്ച് മനസ്സിലാക്കിയ ഒരാള് ഇനി ഇത് പറയാൻ പാടില്ല. അതായത് ദുഷ്ടനൊക്കെ ഇങ്ങനെ സമൃദ്ധിയിൽ ജീവിക്കുന്നു, ജീവിതം ആഘോഷിക്കുന്നു, നീതിപൂർവ്വം ജീവിക്കുന്നവരൊക്കെ ദാരിദ്ര്യത്തിലുമാണ്, അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നൊരു പരാതി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈശോ ഈ സുവിശേഷ ഭാഗം നമുക്കായി പങ്കുവയ്ക്കുന്നത്. നമുക്കത് ഹൃദയപൂർവ്വം സ്വീകരിക്കാം.